തിരുമാർത്താണ്ഡവർമ്മയ്ക്ക് സ്വാഗതം. എനിക്കോ സ്വാഗതം? ഞാനാണ് തിരുമാർത്താണ്ഡവർമ്മ. അയ്യോ, നമസ്കാരം തിരുമേനി. നമസ്കാരം. നമസ്കാരം. ഇത് സ്വീകരിച്ചാലും എന്താ ഇതൊക്കെ? ഞങ്ങൾ തൃപ്പത്തൂർ കൊട്ടാരത്തിന് വരിക. അവരാണ് സ്വീകരിച്ചുകൊണ്ടിരുന്ന കൊട്ടാരത്തിൽ അയച്ചതാ. ഞാൻ ഇതൊന്നും തീരെ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളും ഇതൊന്നും തീരെ പ്രതീക്ഷയല്ല. എന്ത്? അല്ല, തമ്പുരാൻ ഇത്രയും സിമ്പിൾ ആണെന്ന്. അതെ, സംസാരിച്ചിന്ന് സമയം കളയണ്ട, നമുക്ക് ഉടനെ കൊട്ടാരത്തിലോട്ട് പോവാം. അതിനെന്താ? ഗാനഭൂമിയൊക്കെ പാസ്സായിട്ടുള്ളതല്ലേ? നാട്ടിൽ ചെന്ന് വല്ല ഹരികഥയോ കച്ചേരിയൊക്കെ നടത്തി ജീവിച്ചോളം. ചുമ്മാ ഇരിക്കല്ലേ പറഞ്ഞത്. ഒന്ന് വെറുതെ ഇരിക്കട്ടെ. ഇനി ഈ പരിസരത്തെങ്ങാൻ കണ്ടുപോയാ, പ്രത്യേകിച്ച് കൊട്ടാരത്തിന്റെ ഏരിയയില്, പിന്നെ തിരിച്ചു പോകലുണ്ടാവില്ല. അയ്യോ, ഞാൻ തിരിച്ചു പോകാൻ വന്നതല്ല, തമ്പുരാനാവാൻ വന്നതാ. നിന്നെ ഞാൻ തമ്പുരാനാക്കടാ. ഓടാ തണ്ടി. ഒന്ന് ഞാൻ ഇങ്ങോട്ടെങ്ങാനും നെല്ലൂർ രാജാവിന്റെ പ്രിയപുത്രിയായിരുന്ന നന്ദിനി രാജകുമാരിയുടെ തലയേറ്റ് വീണ മണ്ണ് സ്നേഹിച്ച പുരുഷനെ സ്വന്തമാക്കാൻ വേണ്ടി ദിവസവും മകീരൻ കാവിൽ വന്ന് ദേവിയുടെ മുന്നിൽ കുങ്കുമമെറിഞ്ഞ് പ്രാർത്ഥിച്ച് ഒടുവിൽ രാജഭടന്മാരാൽ ആക്രമിക്കപ്പെട്ട് കാവിന്റെ മുന്നിലുള്ള കുങ്കുമക്കൂട്ടിൽ കിടന്ന് മരിച്ച രാജകുമാരിയുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നടത്തുന്ന ഉത്സവം കുങ്കുമോത്സവം. ഇതാണ് കുങ്കുമോത്സവത്തിന് തൃപ്പത്തൂർ ദേവി എഴുന്നള്ളിയെത്തുന്ന മകീര്യം കുന്ന്. അന്നു മുതൽ എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കൊട്ടാരത്തിൽ നിന്നും ദേവി ഇവിടേക്ക് എഴുന്നള്ളിക്കാറുണ്ട്. മുറപ്രകാരം തൃപ്പത്തൂർ രാജവംശത്തിൽപ്പെട്ട് കന്യയായ കുമാരിക്ക് മാത്രമേ ദേവി അനുഗമിക്കാൻ അവകാശമുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പൊന്നുമോൾ സേതു ലക്ഷ്മി വിളക്ക് തെളിയിച്ചതും കാവിൽ തൊഴുതു വന്നതും ഇന്നും മായാതെ എന്റെ മനസ്സിലുണ്ട്. വളരെ കാലം മുമ്പ് ഈ മലഞ്ചെരുവിലാകെ നീല ശംഖുപുഷ്പങ്ങൾ ഉണ്ടായിരുന്നു. വർഷങ്ങളോളം തപസ് ചെയ്ത് നേടിയെടുത്ത് ജന്മസാഫല്യം പോലെ സ്നേഹിച്ച പുരുഷനു വേണ്ടി പ്രാണൻ നൽകിയ രാജകുമാരിയുടെ കണ്ണുകളെപ്പോലെ ഈ കുന്നുകൾക്ക് എപ്പോഴും പ്രതീക്ഷയാണ്. വീണ്ടും വീണ്ടും പൂക്കൂന്ന്. ഈ നീലഗിരി കുന്നുകളുടെ മനസ്സ് നമുക്കും കിട്ടിയിരുന്നെങ്കിൽ അല്ലേ തമ്പുരാട്ടി? കുട്ടി, എന്നെ തമ്പുരാട്ടിന്ന് വിളിക്കണ്ട. പിന്നെ എന്താ വിളിക്ക? കുട്ടിക്ക് എങ്ങനെ വിളിക്കാനാ ഇഷ്ടം? തമ്പുരാട്ടി, നേരം കുറെ കൊട്ടാരത്തിൽ നിന്ന് പോന്നിട്ട്. അതിനെന്താ ശേഖരൻ പിള്ളേ? തമ്പുരാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും. ഈ കുട്ടിയായിട്ട് വർത്താനം പറഞ്ഞിരുന്ന് സമയം പോയതറിഞ്ഞില്ല. ഇനി ഏതായാലും വൈകണ്ട, വരൂ പോകാം. വാ. തമ്പുരാൻ വെടികൊണ്ട പന്നിയെ പോലെ കൊട്ടാരത്തിൽ ചുറ്റി കിടന്ന് ഓടുന്നുണ്ടല്ലോ, എന്താ കാര്യം? നീ വല്ല മണ്ടത്തിൽ എഴുന്നള്ളിച്ചോ? ഭയപ്പെടുത്തി കളഞ്ഞല്ലോ. ഇതെന്തു പറ്റി? കുറെ കാലായില്ലേ പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ഈ കുട്ടിയും കുട്ടി മകീരം കുന്ന് വരെ പോയി. നന്നായി. തനിക്കാ സമ്മാനം തരേണ്ടത്. നമ്മൾ കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി. ആദ്യം അവളെ ഒതുക്കണമായിരുന്നു. ആരെ? തമ്പുരാട്ടിയെ? അല്ല, അവളെ, ആ രഞ്ജിനി വർമ്മയെ. അവള് കേറി അങ്ങ് അടുക്കള വരെ എത്തി.
നമ്മളെപ്പോഴും ഔട്ട് ഹൗസിൽ ഔട്ടായി തന്നെ നിൽക്കുക. തമ്പുരാൻ ആരെങ്കിലും ഒരാളെ ദത്തെടുക്കും. അത് അവളെ ആയാൽ നമ്മൾ 3 പേരും സ്വാഹ. ആ സ്വാഹയെന്ന് എന്നെ ഒഴിവാക്കിയരെ. തമ്പുരാൻ അവളെ ദത്തെടുത്താൽ എന്നെ എടുക്കുന്നതിന് തുല്യമാ. അവള് കേറിയാ ഞാനും കേറും. കേറ്. എവിടെ കേറാൻ? കൊട്ടാരത്തിൽ. അവള് തമ്പുരാട്ടിയായി കഴിഞ്ഞാ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു, കൂടെ നിങ്ങളും. എടാ മണ്ട, നിങ്ങളെപ്പോലെ ബുദ്ധിയില്ലാത്തവനാണ് ഞാനും എന്ന് കരുതിയോ? നിങ്ങൾക്കറിയോ, അവളൊരു മുസ്ലിമാടാ. സീന മുഹമ്മദ് കോയ, കടലുണ്ടിക്കാരി. അവൾക്ക് എന്നോട് മുഹബത്താ. പഞ്ചത്ത് ഞാനൊന്ന് നിന്നോടുത്തു. പക്ഷെ ഇപ്പൊ സംഗതി സീരിയസ് ആയി. എന്ത് സംഗതി? പ്രേമം. എടാ തിരുമണ്ട, കാനഡയിൽ മകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്ന ഡോക്ടർ മാത്യു കൂട്ടുപുരക്കലിന്റെ ഏക മകൾ സീന മാത്യു കൂട്ടുപുരക്കൽ, ഭരണങ്ങാനത്തുകാരി നസറാണി പെണ്ണ്, ഇതൊക്കെയാണ് അവൾ എന്റെ അടുത്ത് പറഞ്ഞത്. അവൾ അങ്ങനെ പറഞ്ഞു. നമ്മളെ തമ്മിലടിപ്പിച്ച് ഇവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് സ്വന്തം സീറ്റ് ഉറപ്പിക്കാനാണ് അവളുടെ പരിപാടി. ഇനി സമയം കളഞ്ഞിട്ട് കാര്യമില്ല. തുറക്ക്, ജനല് തുറക്ക്. പേടിക്കണ്ട, ഇത് ഞാനാ. എന്താ വിളിച്ചേ? തമ്പുരാട്ടി എങ്ങനെ കണ്ട? സോറി, അത് ഞാൻ ഓർത്തില്ല. എനിക്ക് സീനിയോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അല്ല, അത് എന്നമ്മാ തൂക്കം വരില്ലയാ? ഉറക്കം വന്നില്ല. പോയോ? ജിമ്മച്ചാൻ എന്താ വേണ്ടത്? എനിക്ക് സീനോട് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ അകത്തേക്ക് വരാം. വേണ്ട, ഞാൻ പുറത്തേക്ക് വരാം. എന്നാ വാ. എന്തിനാ ജിമ്മച്ചാൻ വിളിച്ചത്? ഒന്നുമില്ല. വന്നിട്ട് ഇത്രയും ദിവസമായെങ്കിലും ഇതിനെ തനിച്ചൊന്ന് കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല. അതെങ്ങനെ? തമ്പുരാട്ടിയുടെ അടുത്ത് നിന്ന് മാറി കിട്ടിയിട്ട് വേണ്ടേ? തമ്പുരാട്ടിക്ക് ഞാൻ എപ്പോഴും അടുത്ത് വേണം. പുറത്തോട്ട് അങ്ങനെ ഇറങ്ങിയ ആ മൂലം തിരുനാളിന്റെയും പവിത്രന്റെയും ശല്യം. രാത്രി ലൈറ്റ് അണച്ച ശേഷമാ ഞാൻ പ്രാർത്ഥിക്കുന്ന പോലും. എന്തൊക്കെയാണ് പ്രാർത്ഥിക്കാറുള്ളത്? ആദ്യം എന്റെ ജിമ്മിച്ചായന് വേണ്ടി, ബാക്കിയൊക്കെ അത് കഴിഞ്ഞ്. എന്താ ആലോചിക്കുന്നത്? നമ്മൾ രണ്ടുപേരും മണവാളനും മണവാട്ടിയുമായി അൾത്താരയിലേക്ക് കാഴ്ചദ്രവ്യങ്ങളുമായി പോകുന്ന ആ ദിവസത്തെക്കുറിച്ച്. അങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാ എന്റെയും പ്രാർത്ഥന. എങ്കിൽ നാളെ നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പള്ളി പോവാം. അയ്യോ, തമ്പുരാനും തമ്പുരാട്ടി അറിഞ്ഞാൽ? തമ്പുരാനും തമ്പുരാട്ടി അറയുന്ന പൂജ കഴിഞ്ഞ് ഇറങ്ങുമ്പോ തന്നെ മണി 9:30 നമുക്ക് അതിന് മുമ്പേ തിരിച്ചെത്താം. പിന്നെ നാളെ എന്റെ ബർത്ത്ഡേ ആണ്. അത്ഭുത പ്രവർത്തകനായ അന്തോണീസ് പുണ്യാളന്റെ പഴക്കം ചെന്നൊരു പള്ളി ഇവിടെ കൂനൂരുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം, പ്ലീസ്. വേണ്ട, അതൊക്കെ പിന്നെ ആവാം. കണ്ടോ, സീന എന്നോട് കാണിക്കുന്ന ഈ ആത്മാർത്ഥതയൊക്കെ വെറുതെയാ. പണവും പ്രതാപവും മോഹിച്ചാണ് ഞാനിവിടെ എത്തിയതെങ്കിലും എനിക്കിപ്പോ അതിനേക്കാളൊക്കെ വലുത് എന്റെ സീനയാണ്. ഇതൊക്കെ എന്റെ ഹൃദയം കാണാൻ കഴിയുന്നില്ലേ? അതിന്റെ സ്പന്ദനം കേൾക്കാൻ കഴിയുന്നില്ലേ? ജിമ്മച്ചായ, ഞാൻ വേണ്ട. സീന നാളെ എന്നോടൊപ്പം പള്ളിയിൽ വരില്ലെങ്കിൽ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ഞാൻ തമ്പുരാനോടും തമ്പുരാട്ടിയോടും തുറന്നു പറയും. അയ്യോ വേണ്ട, ഞാൻ വരാം. ഞാൻ വിചാരിച്ചു സീന വരില്ലെന്ന്. നമുക്ക് വേഗം പോയി തിരിച്ചു വരാവോ? പിന്നെന്താ, വാ. ഇവിടെ വരാനാണല്ലോ പറഞ്ഞിരുന്നത്. അല്ല, കാറേ പള്ളി പോവാൻ. ഇവിടെ നിൽക്കേ, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്തായി? കാർ എവിടെ? കാർ ഉടനെ എത്തും. പക്ഷെ സ്വപ്പം ചില്ലറയുടെ പ്രശ്നമുണ്ട്. സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ഇതാ മോഹൻലാൽ കിലുക്കൻ സിനിമയിൽ രേവതിയെ കൊണ്ടുവിട്ടിട്ട് അവള് തിരിച്ചു വന്ന പോലെ ആവോ? അത് മോഹൻലാല്, ഇത് ബഷീർ. അതാണ് എന്റെ പേടി. നീ പേടിക്കാതെ, അവളെ ഇനി ആരും കാണുകയല്ല. അവള് തിരിച്ചു വരുന്ന പ്രശ്നമില്ല. കാർ കയറിയ ഉടനെ എന്നാ പിന്നെ പേടിക്കേണ്ട പ്രശ്നമേ ഇല്ല. ഹലോ, ഇപ്പൊ എന്താ ചെയ്യാ? ഒന്നും ചെയ്യണ്ട. അവന്മാര് കൊണ്ടുപോണേ കൊണ്ടുപോക്കോട്ടെ. വേണ്ട,
ഇപ്പൊ അവന്മാർ ഇതിൽ ഇടപെട്ട നമ്മളുടെ പ്ലാനിങ് നടക്കാതെ വരും. ഞാൻ അവന്മാരോടൊന്ന് നയത്തിൽ സംസാരിച്ചേ ഒന്ന് ഒതുക്കിയിട്ട് വരാം. ആ ചെല്ലിയല്ലേ, നീ ആവുമ്പോ അവർ ഒതുങ്ങും. ഓ കൊണ്ടുവാടാ. ഒന്നൊന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചവരാ. ഞങ്ങളൊന്ന് പള്ളി പോകാൻ വേണ്ടി വന്നതാ. ആ പള്ളിപ്പോക്കും കല്യാണവും ഒക്കെ ഇത് കഴിഞ്ഞാലും ആവാം. മൂത്രം ഒഴിക്കണേ ഒഴിച്ചോളൂ. അല്ല അതിന് ഒന്നും പറ്റില്ലല്ലോ. അല്ല പവിത്ര ഇങ്ങോട്ട് വാ. അഞ്ചൽ കുറയുന്നില്ലെങ്കിൽ ഒന്നുകൂടെ ഡോക്ടറെ വിളിക്കാം. വേണ്ട, ഇപ്പൊ അല്പം ആശ്വാസമുണ്ട്. കുട്ടി ശ്രദ്ധിക്കണ്ടേ? സമയത്തിന് ഇവരെത്തിയത് ഭാഗ്യായി. ആപത്ത് വന്നപ്പോ സ്വന്തം ജീവൻ പണയം വെച്ച് രഞ്ജിനിയെ രക്ഷിച്ച നിങ്ങൾക്ക് ക്ഷത്രിയന് വേണ്ടുന്ന വീറും വാശിയുമുണ്ട്. വരൂ ലക്ഷ്മി.
എവിടെയാ തമ്പുരാൻ? എന്താ കുട്ടി, എന്തുണ്ടായി? ആരും ഒരാൾ വന്ന് എന്റെ വായ പൊത്തി പിടിച്ചു. തമ്പുരാൻ എവിടെയും ചോദിച്ചു. കുട്ടി വന്ന് കിടന്നോളൂ. മോള് നാരായണ ജപിച്ച് കിടന്നാ മതി. സൂര്യ പറഞ്ഞതിലും കാര്യമുണ്ട്. നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. പക്ഷെ എന്താ എങ്ങനെയാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. 4 പേരും നല്ല സ്നേഹമുള്ളവര്, സ്വഭാവത്തിലും കുറവൊന്നും കാണില്ല. അതിപ്പോ എന്താ? അതെ, തമ്പുരാൻ തന്നെ. അവൻ വന്നു, ധർമ്മരാജ്. രാജശേഖരവർമ്മയ്ക്ക് ഭയമില്ല, ഒട്ടും ഭയമില്ല. എന്തും പ്രതീക്ഷ തന്നെയാണ് കഴിയണേ. ഇനി ഇതങ്ങ് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ ആ ദുഷ്ടം വന്ന് വല്ല പ്രവർത്തിക്കാച്ചാ. തനിക്ക് ഭയമുണ്ടോ? ഉണ്ടെങ്കിൽ പോവാ. എന്തിനൊരു അവസാനം ഉണ്ടല്ലോ, അത് ഞാൻ കാണുന്നുണ്ട്. എന്റെ ഗുരുവായൂരപ്പ, ഇനി എന്തൊക്കെ കാണാവൂ. ഒരു കണക്കിന് നമ്മുടെ നാടാ സുഖം. ഇതൊരു മാതിരി ഐസ് കെട്ടേ കയറി ഇരിക്കണ മാതിരി. എന്താ തണുപ്പ്. നല്ല കീറി കീറിക്കോ. ഈ വിവരം തമ്പുരാൻ എങ്ങനെ അറിഞ്ഞാലേ 3 ക്ഷത്രിയന്മാരുടെ പാസ്പോർട്ട് കീറും. മതി മതി, വാചോടി നിർത്ത്, നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം. ആരാ അത്? ശല്യമായല്ലോ. മാറ്റ്. ആരാ? ഞാനാ. പിള്ളച്ചേട്ടനായിരുന്നോ? ഞങ്ങള് കരുതി പിള്ളച്ചേട്ടനായിരിക്കും അല്ലേ? അങ്ങോട്ട് വലിഞ്ഞു കയറല്ലേ. പിള്ളച്ചേട്ടൻ എന്തായി രാത്രിയില്? അല്ല, അതെ, പുറത്ത് ഭയങ്കര തണുപ്പാ. അതൊന്ന് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാ. ഈ തണുപ്പത്തോ? 2 അടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. മദ്യപിക്കാനൊക്കൂ. അതുകൊണ്ട് എന്റെ പൊന്നു സാറുമാര് എന്നെ ഒന്ന് കഴിക്കാൻ അനുവദിക്കണം. അത് പറ്റില്ല, ഹറാമാണ്. ഹറാമാണോന്ന്? റമ്മാണ്. എന്തായാലും ഇവിടെ പറ്റില്ല. പോട്ടെ, തമ്പുരാനെ കഴിക്കട്ടെ എന്ന്. നമ്മുടെ പിള്ളച്ചേട്ടനല്ലേ, കഴിച്ചോട്ടെ. ചേട്ടൻ നല്ല കീറുമല്ലേ? അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്കൊക്കെ. പക്ഷെ തമ്പുരാൻ അറിയില്ല. അറിഞ്ഞ എന്റെ പണി പോവില്ലേ. അതുകൊണ്ട് കുറച്ച് വെള്ളവും ഇച്ചിരി ഗ്ലാസും തരുമോ? നീ ഗ്ലാസ് എടുത്തേ. കുറച്ച് വെള്ളം എടുക്ക. ഒഴി 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 ഒഴി. ഇനിയിപ്പോ തമ്പരാൻ അറിഞ്ഞിട്ട് എന്റെ പണി പോയാലും എനിക്ക് പ്രശ്നമല്ല. അതെന്താ? என்னுடைய ஒரே ஒரு மகன் தங்கப்பன் பிள்ளை. அவன் கல்ஃபில. மாசம் 30,000 ரூபாய் அவன் சம்பளம் கிடைக்கும். எல்லா மாசமும் 10,000 ரூபாய் வச்சு அவன் எனக்கு പക്ഷെ ഞാൻ വാങ്ങ മാട്ടേൻ. കാരണം സ്വന്തമായ ഒരു വരുമാനം കൊണ്ട് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പിന്നെ കോവിലകത്ത് നിന്ന് വിട്ടു നിൽക്കാൻ ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം തമ്പുരാന്റെ ജീവൻ എന്റെ കയ്യിലാ. രാത്രിയിൽ ഉറക്കമില്ലല്ലോ. 2 അടിച്ചാ പിന്നെ എനിക്ക് ഉറക്കം വരൂല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സൂക്ഷിക്കേണ്ട കാര്യമാ. തുറന്നു പറയാം. നിങ്ങളെല്ലാവരും ഉടനെ ഈ കോവിലകം വിട്ട് പോണം. ആ റോബിക്ക് തമ്പുരാന് നോട്ടമുണ്ട്. അവനാള് ഭയങ്കര പെശക. ഊട്ടിയിലെ ചക്രവർത്തിയാണ് അവൻ. കൊല്ലാനും കൊല്ലാനും മടിയില്ലവന്. നിങ്ങളെ കൈ കിട്ടിയാൽ അവൻ തുണ്ടം തുണ്ടമായി വെട്ടിയരിഞ്ഞ് പിഴിഞ്ഞ് ചാറെടുത്ത് അവൻ കൊക്കയിലെറിയും. ആരും ഓടിയില്ലേ?
നീ ഒരു ശബ്ദം കേട്ടില്ലേ? പോയി നോക്കാം. ദേ ആരാന്ന് പോയി നോക്കി. ഞാൻ വരുന്നില്ല, എനിക്ക് വരുന്നില്ല. ഞാൻ വരാം. മാർത്താണ്ട രക്ഷിക്കണേ. അച്ഛനോ? ഏതച്ഛൻ? ഈ അച്ഛൻ. നാട്ടിൽ സുഖമായിട്ട് തെണ്ടിത്തിരിഞ്ഞ് നടന്ന എന്നെ എഴുത്തയച്ചു വരുത്തി ക്ഷത്രിയ വേഷം കെട്ടിച്ചത് ഈ നിൽക്കുന്ന എന്റെ അച്ഛനാണ്. അപ്പൊ ഇങ്ങനെയാണ് സംഗതിയുടെ കിടപ്പല്ലേ? ഞാൻ ഈ വിവരേ തമ്പുരാനോട് പോയി ഒന്ന് പറഞ്ഞിട്ട് വരാം. എന്നോട് ക്ഷമിക്കണം, ഇവൻ പണിയൊന്നുമില്ലാണ്ട് നടക്കണ കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു ദുർബുദ്ധിയാ. കാശ് കിട്ടി ആർക്കെങ്കിലും കഴിക്കുവോ? ദേ ഇവനോട് പട്ടാപ്പകല് ആണുങ്ങളെ പോലെ മുൻവശത്ത് കൂടി വരാൻ പറഞ്ഞിട്ട് ഇവൻ നട്ടപ്പാതിലേക്ക് നടുവൊടിക്കാൻ വേണ്ടി വന്നു കയറിയതായി കാലൻ. നിന്നെ പണ്ടാറടങ്ങുള്ളൂടാ ദുഷ്ടാ. എന്റെ മക്കളെ, ഈ ഇവൻ തമ്പുരാനോട് പറയല്ലേ, എന്റെ പണി പിന്നെ ഈ ഏരിയയിലെങ്ങാനും ഇനി കണ്ടുപോയോ? ഒന്നുകളെ ഞാൻ പറ. അച്ഛാ, ഇനി ഞാൻ വേറെ വല്ലതും ചെയ്യണോ? നീ ഒന്നും ചെയ്യണ്ട. എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് തരാതെ തൃപ്പത്തൂർ തമ്പുരാൻ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ 14 വർഷം എന്റെ ജീവിതത്തിലെ എല്ലാ ഹാപ്പിനെസ്സും എനിക്ക് നഷ്ടപ്പെട്ടു. ലോങ് ഇയേഴ്സ്. തൃപ്പത്തൂർ കോവിലകത്തെ എല്ലാ സ്വത്തുക്കളും സ്വന്തമാക്കി എനിക്ക് സൂഹിക്കണം. അത് നടക്കും തോന്നില്ല. എന്നെ പൊക്കി പറയട്ടെ, ഇനി ഈ നാട്ടിൽ കണ്ടുപോരുത്. തൃപ്പത്തൂർ പോലത്തെ തമ്പുരാക്കന്മാരാവും വന്നിരിക്കുന്നോ? വേണ്ട, അതിനിവിടെ വേറെ ആളുണ്ട്. വെറുതെ ഇവിടെ നിന്ന് കൈക്ക് പണിയുണ്ടാക്കരുത്. അതുപോലെ നീയര അത് പിന്നീട് മനസ്സിലായിക്കോളും. പറ. നീ വാ. പറ. എന്താ എല്ലാരും കൂടെ? ഞങ്ങളിവിടെ പിടിച്ചു നിർത്തിയത് കൊല്ലാനോ വളർത്താനോ? എന്ത് സംഭവിച്ചു? ആ റോബിയും കൂട്ടരും ഞങ്ങൾ ആക്രമിക്കാൻ വന്നു. ഇവിടെ ഉടനെ പോയില്ലെങ്കിൽ കൊന്നുകളയുന്നതാണ് ഭീഷണി. അതൊന്നും ഞങ്ങൾ അത്ര കാര്യമാക്കുന്നില്ല. പക്ഷെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. തമ്പുരാനെ, എനിക്ക് തല്ലോട്ട് ശീലമില്ല. തമ്പുരാനെ ആരൊക്കെയോ ശത്രുക്കളുണ്ട്. ഞങ്ങൾ അറിയാത്ത എന്തൊക്കെയോ സംഭവം ഈ കൊട്ടാരത്തിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഞങ്ങൾ വന്നിട്ട് ദിവസം കുറച്ചായി. തമ്പുരാൻ തീരുമാനമൊന്നും പറഞ്ഞില്ല. ഇടിയാണെ മുറയ്ക്ക് എനിക്ക് കിട്ടുന്നുണ്ട്. എന്തോന്നും മിണ്ടാത്തത്? തമ്പുരാൻ ആരൊക്കെയോ ഭയപ്പെടുന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾ ബോധപൂർവ്വം ഒരിക്കലും കെണിയല്ലേ പത്രത്തിലെ പരസ്യം? പറയൂ, ഞങ്ങൾക്കത് അറിയണം, അറിഞ്ഞേ പറ്റൂ. ഇവരാരാണെന്നറിയോ? എന്റെ മക്കൾ രാമവർമ്മയും സേതുലക്ഷ്മിയും. തൃപ്പത്തൂർ കോവിലകത്തിന്റെ അവകാശികളാകേണ്ടിയിരുന്നവർ. ഈ കൊട്ടാരത്തിന്റെ അകത്തളങ്ങൾക്ക് ഉണർവേകിയിരുന്നവർ. ആ ഇടയ്ക്കാണ് ബോംബെയിലായിരുന്ന ധർമ്മരാജ് എസ്റ്റേറ്റ് മാനേജരായിട്ട് ഇവിടെ എത്തുന്നത്. പഴയൊരു സുഹൃത്തിന്റെ മകനായിരുന്നതുകൊണ്ട് ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അയാളെ വിശ്വസിച്ചേൽപ്പിച്ചു. സി ഡിവിഷനിലെ എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവുകളിൽ ഇത്തിരി കണിശാവുന്നു നന്ന്. തേയിലയുടെ കാര്യല്ലേ, വരവനുസരിച്ച് ചെലവ് ചെയ്യുന്നതാവും ബുദ്ധി. ഞാൻ ധർമ്മനെ കുറ്റം പറയുകയല്ല,
ധർമ്മൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇതൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല. എല്ലാറ്റിനും ഒരു കണ്ണ് വേണം. യു ഗെറ്റ് മീ? യെസ്. നൗ യു ക്യാൻ ഗോ. ഓക്കെ. എത്ര നേരം ഇപ്പൊ വരും എന്ന് വെച്ച് അതിന് അച്ഛൻ നമ്പുരാൻ വിടണ്ടേ? കണക്കുകളും കാര്യങ്ങളും പറഞ്ഞ് നേരം പോകുമ്പോ അങ്ങേർക്കറിയില്ലല്ലോ പുന്നാരമോള് സേതുലക്ഷ്മി ഇവിടെ ഇങ്ങനെ എന്നെയും കാത്തോണ്ട് ബോറടിച്ച് നിപ്പാണെന്ന്. അമ്മയുടെ കണ്ണു വെട്ടിച്ചാ ഇവിടെ വന്ന് നിക്കുന്നത്. എന്നാ ഒരു കാര്യം ചെയ്യാം, അച്ഛനോടും അമ്മയോടും തുറന്നു പറയാം, പിന്നെ പ്രശ്നമില്ലല്ലോ. അയ്യോ വേണ്ട. ഇപ്പൊ വേണ്ടല്ലേ? ആ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? സേറ്റ് കല്യാണക്കാരിയോ മറ്റോ ആണോ? എപ്പൊ നോക്കിയാലും ഈ ധർമ്മേട്ടന് അതേ ചിന്തയുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചിന്തിക്കാനാ? സേതുലക്ഷ്മി, അമ്മ വിളിക്കുന്നു, ഞാൻ പോട്ടെ. ഓക്കെ, സീ ബേബി. You are too cheap. Don't repeat this. മേലിൽ ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ ഈ രാമവർമ്മയുടെ തനി സ്വഭാവം നീ അറിയും. Remember it. ഗുഡ് മോർണിംഗ് സർ. സാർ വിളിപ്പിച്ചത്? ഇന്ന് രാത്രി താൻ ഡ്യൂട്ടിയിലുണ്ടാവണം. ഓ, പുലർച്ചെ മദ്രാസിലേക്ക് പോകുന്ന ലോറികളുടെ കൂട്ടത്തിൽ 2 ലോറികൾ കൂടെ കാണും. ഓ, ഗേറ്റ് പാസ് ഉണ്ടാവില്ല, വിട്ടേക്കണം. ശരി സാർ. ഓക്കെ. അവിഹിതമായത് എന്തും വെട്ടിപ്പിടിക്കാൻ ഏത് മാർഗം സ്വീകരിക്കാനും അവന് മടിയില്ലായിരുന്നു. എനിക്ക് തെറ്റുപറ്റി. തൃപ്പത്തൂർ കോവിലകത്തെ സ്വത്തുക്കൾ അവന്റെ ലക്ഷ്യം അതായിരുന്നു. അതിനുവേണ്ടി എന്റെ സേതുലക്ഷ്മിയെ കരുവാക്കുകയായിരുന്നു അവൻ. അവന്റെ നിർബന്ധപ്രകാരം അവർ രജിസ്റ്റർ മാരേജ് ചെയ്തു. ധർമ്മരാജന്റെ വാക്കുകളിൽ വിശ്വസിച്ച എന്റെ മോക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാതെ പോയി. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളാനും അവൾക്കായില്ല. എങ്കിലും ഏറെ കഴിയും മുമ്പ് തന്നെ അവൾക്ക് എല്ലാം മനസ്സിലായി കാണണം. ഒരു ദിവസം അവൾ എന്നെ ഫോണിൽ വിളിച്ചു. പഴയ നിഷേധത്തിന്റെ സ്ഥാനത്ത് അവളുടെ വാക്കുകളിൽ കുറ്റബോധമായിരുന്നു. എല്ലാം ഇട്ടെറിഞ്ഞു പോരാൻ ഞങ്ങൾ അവളോട് പറഞ്ഞു. പക്ഷേ എന്താ ഇത്ര പെട്ടെന്നിങ്ങനെ തോന്നാൻ? ചെൽമി. ചോദ്യം സ്വന്തം മനസ്സാക്ഷിയോട് തന്നെയായാലും അതിനുള്ള ഉത്തരവും കിട്ടും. See, you are my wife. എന്റെ ഭാര്യയാണെന്ന് എവിഡൻസ് വേണമെങ്കിൽ രജിസ്റ്റർ ഓഫീസിലുണ്ട്. വെറും ഒരു കടലാസ തുണ്ടിലൂടെയുള്ള ബന്ധം മാത്രമേ ഇപ്പോൾ നമ്മൾ തമ്മിലുള്ളൂ. നിയമത്തിന്റെ ചരടുകൊണ്ട് ഈ സേതുലക്ഷ്മിയെ കുരുക്കിട്ട് പിടിക്കാമെന്ന് വ്യാമോഹിക്കേണ്ട മിസ്റ്റർ ധർമ്മരാജ്. നിയമം നിങ്ങളുടെ സ്വന്തമൊന്നും അല്ലല്ലോ. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത് തീരുമാനിച്ചു? നിയമപരമായി തന്നെ ഡൈവോഴ്സ് ചെയ്യാൻ. എന്താ? What the bloody hell do you mean by divorce? സംഭവിച്ചതെല്ലാം ഞാൻ അച്ഛനോട് തുറന്നു പറയും. എന്റെ അച്ഛനും ചേട്ടനും വിചാരിച്ചാൽ പലതും നടക്കും. No baby, that's impossible. നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എന്നെയും എന്റെ കുടുംബത്തെയും നശിപ്പിച്ച് സ്വത്തും പണവും തട്ടിയെടുക്കാൻ ശ്രമിച്ച വഞ്ചകനാണ് നിങ്ങൾ. You are a cheat. Yes, you are a cheat. നിങ്ങളെ കാണുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. I hate you. സേതുലക്ഷ്മി. No, call me princess. You bloody bitch.
2 ദിവസം കഴിഞ്ഞ് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചിഹ്നിച്ചിതറിയ എന്റെ പൊന്നുമോളുടെ ശരീരം കണ്ടുകിട്ടി. ചെയ്തുപോയ തെറ്റിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തതാണെന്ന് എല്ലാവരും കരുതിയുള്ളൂ. ലക്ഷ്മി മാനസികമായി ആകെ തകർന്നു. പുറമേ പ്രചരിച്ച വാർത്ത വിശ്വസിക്കാൻ രാമുവിനായില്ല. എന്റെ പൊന്ന് പെങ്ങളെ കൊന്നിട്ട് ജീവിതകാലം കൂടെ സുഖമായി കഴിയാന്ന് കരുതിയാ പട്ടി. Bloody rascal. So sorry, Ramu. ലക്ഷ്മിമോളെ കൊന്നത് ധർമ്മരാജാണെന്ന് കോടതി തെളിയിക്കാനാകാതെ പോയി. എങ്കിലും അവന് ജീവപര്യന്തം ശിക്ഷ കിട്ടി രാമുവിനെ കൊന്നതിന്. ഒരിക്കൽ പരോളിൽ ഇറങ്ങിയപ്പോ അവനിവിടെ വന്നിരുന്നു. തമ്പുരാനെയും തമ്പുരാട്ടിയും കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സ്ഥിതിക്ക് ഏതു നിമിഷവും അവനിവിടെ എത്താം. അവരെ കൊല്ലാൻ അവകാശം സ്ഥാപിക്കാൻ. നിധി പോലെ കാത്തു സൂക്ഷിച്ച സ്വത്തിന്റെ ഒരു തരി പോലും അവൻ സ്വന്തമാക്കാതിരിക്കാൻ തമ്പുരാൻ ഒറ്റ വഴിയേ കണ്ടുള്ളൂ. എല്ലാം ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുക. അതുവഴി സ്വന്തം മക്കളുടെ ഓർമ്മകളിൽ മുഴുകി ജീവിക്കുക. അതിനുവേണ്ടിയാണ് ക്ഷത്രിയരായ നിങ്ങളെയൊക്കെ അദ്ദേഹം വിളിച്ചു വരുത്തിയത്. പവിത്രൻ തമ്പുരാൻ, ആധാരമെഴുത്തുകാരൻ രാഘവൻ നായരുടെ മകൻ. ഓ, മൂലം തിരുനാൾ കൊണ്ടോട്ടിക്കാരൻ ബഷീർ. ഐ നോ യു ഓൾസോ മിസ്റ്റർ ജിമ്മി തമ്പുരാൻ. ചെത്തിപ്പുഴയിൽ തേങ്ങാ വെട്ടുകാരൻ തോമസിന്റെ മകൻ. റൈറ്റ്, അറിഞ്ഞു, എല്ലാം അറിഞ്ഞു. താനാരാ? തൃപ്പത്തൂർ കോവിലകത്തെ പുതിയ തമ്പുരാൻ? യെസ്, ഐ എം ധർമ്മരാജ്, കോവിലകത്തെ പുതിയ തമ്പുരാൻ. ഏത് തമ്പുരാനായാലും കൊള്ളാം, അഭ്യാസമൊക്കെ ഇതിന്റെ പുറത്ത് മതി. ഓക്കെ, എനിക്കും അത് തന്നെ പറയാനുള്ളൂ. വാട്ട് ദ ഹെൽ ഡോണ്ട് യു ഓൾ ഗോ ഔട്ട് ഓഫ് ദിസ് കേസ്? വരട്ടാതോ, താൻ എന്ന് മുതൽ ഈ തമ്പുരാനായെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഊട്ടിയിലെ കുറച്ച് ചീപ്പ് റേറ്റ് ഗുണ്ടാസിനെ കൂട്ടുപിടിച്ച് തന്റെ അഭ്യാസമൊന്നും ഞങ്ങളത് വേണ്ട. ജീവിക്കാൻ വേണ്ടി ഒരു സുപ്രഭാതത്തിൽ നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് പോകുന്നവരാ ഞങ്ങള്. തമ്പുരാനാവാനും വേണ്ടി വന്ന തറയാവാനും ഞങ്ങൾക്കറിയാം. ഈ കൈക്ക് പണിയുണ്ടാക്കണ്ട. ഞാൻ എന്ത് ചെയ്യടോ? കളിക്കരുത്. എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരാണ് അത്തണ്ടി. ഹലോ തമ്പുരാൻ. തമ്പുരാൻ, റിലാക്സ് ബേബി. ഹൗ ആർ യു? തമ്പുരാൻ രാജശേഖരവർമ്മ തമ്പുരാൻ. അതെടാ, നീ ജയിലിൽ നിറങ്ങുന്ന ദിവസവും കാത്തിരിക്കുകയായിരുന്നു ഞാൻ നിന്നെ കൊല്ലാൻ. എന്നെ കൊല്ലാനോ? ഓക്കെ, അതിനുവേണ്ടിയായിരിക്കും തമ്പുരാൻ ഈ കാലാൽപ്പടയെ സംഘടിപ്പിച്ചത്. അതെ, തൃപ്പത്തൂർ കോവിലകത്തിന്റെ സ്വത്ത് നിന്റെ കയ്യിലെത്താൻ ഞാൻ സമ്മതിക്കില്ല. തമ്പുരാൻ, വൈ യു ഷൗട്ടിംഗ്? ലീഗലി ഞാനാണ് ഇതിന്റെ എല്ലാം അവകാശി. എന്റെ മക്കളെ വഞ്ചിച്ചു കൊന്നു നേടിയ അവകാശം. വെറുതെ എന്നെ വാശി പിടിപ്പിക്കരുത്. ലക്ഷ്യത്തിലെത്താൻ ഏതു വഴിയും സ്വീകരിക്കുന്നവനാണ് ഈ ധർമ്മരാജ്. എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് കിട്ടണം. ഡു യു ഗെറ്റ് ദാറ്റ് റൈറ്റ് ഓൾ മാൻ? ആൻഡ് ലിസൺ, എത്രയും വേഗം ഇവിടെ വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പോയില്ലെങ്കിലും
എനിക്ക് പ്രശ്നമില്ല. ഡു യു ഗെറ്റ് ദ പോയിന്റ് പ്രോപ്പർലി? ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ടു യു ഓൾ. അതർവൈസ് നിൽക്കൂ. അഭിനയം അസലായിട്ടുണ്ട്. കേട്ടതെല്ലാം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്താ നാവിറങ്ങിപ്പോയോ? തമ്പുരാനെ, ഞങ്ങള് ചെയ്തത് തെറ്റാണെന്നും ക്ഷമിക്കണമെന്നും ആയിരിക്കും. എങ്ങനെ മനസ്സ് വന്നു എന്ന് തെറ്റ് ചെയ്യുക, പിന്നെ ക്ഷമ ചോദിക്കുക. എളുപ്പമായല്ലോ. വേണ്ട, ഇറങ്ങിക്കോളൂ. പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണമെന്നില്ല. തെറ്റ് കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി വേറെ വഴിയില്ല. ഒരു ഗതിയില്ലാതെ വന്നപ്പോ ജീവിക്കാൻ വേണ്ടി കളിച്ച കളിയാണ് കുട്ടി ഇതൊക്കെ. പക്ഷേ കരയണ്ട. ഇനിയിപ്പോ നിന്നെ കുറിച്ചുള്ള ഓർമ്മകളാവും കൂടുതൽ ദുഃഖം. എന്തു പറ്റി മോളെ? അവര് പോയതുകൊണ്ടാണോ? പറയൂ, എന്തു പറ്റി? തമ്പുരാട്ടി എന്നോട് ക്ഷമിക്കണം. ഞാൻ രഞ്ജിനി വർമ്മയല്ല. എന്താ കുട്ടി പറയുന്നേ? എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്കറിയില്ല. വർഷങ്ങൾക്ക് മുൻപ് സെന്റ് ഫിലോമിനാസ് ഓർഫനേജിലെ മദർ നിർമ്മല ഏതോ ഒരു സ്ത്രീയിൽ നിന്നും 2 കൈയും നീട്ടി ഏറ്റുവാങ്ങിയ ശാപമാണ് ഞാൻ. പിന്നീട് വളർന്നു വലുതായപ്പോ ഒരൊറ്റ സ്നേഹത്തിന് വേണ്ടി മനസ്സ് തേങ്ങി വാത്സല്യത്തോടെയുള്ള മോളെ എന്ന വിളി കേൾക്കാൻ ഞാൻ തെറ്റുകാരിയാണ്. മനസ്സുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ട്. സാരമില്ല മോളെ, നീ എന്റെ മോളാ. എനിക്ക് നഷ്ടപ്പെട്ടു പോയി സേതുലക്ഷ്മി. ഇനി എനിക്ക് നീയാണ്. നീ എന്റെ മോളാ, എന്റെ മോളാ. കഥകോർക്കടാ, ഇറങ്ങി വാടാ. അതിന്റെ മോനെ നിന്നെ കൊട്ടാരത്തിലെ തമ്പുരാനാക്കടാ. എന്നെ വിടുന്ന വിഷയേ. ഈ തെണ്ടിയുടെ അടുത്ത് 4 വർത്തമാനം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ എന്നെ കള്ളു കുടിച്ചത്. വേണ്ട, യു ആർ ക്രിമിനൽ. അയാൾ ആരെ നമുക്കെന്താ? നിന്നോട് ചുമ്മാതിരിക്കാനാണ് പറഞ്ഞത്. ഇറങ്ങി വാടാ. എടാ കോപ്പേ, കൊട്ടാരത്തിൽ ഒരു ചില്ലി കാശ് ഞങ്ങൾക്ക് വേണ്ട എന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഞങ്ങൾ തീറ്റിക്കത്തൂല. ഇനി മുതൽ അവരുടെ സ്വത്തിനും ജീവനൊക്കെ ഞങ്ങളെ കാവലുണ്ടാവും. ഇങ്ങോട്ട് വാടാ. ഇറ്റ്സ് എ ചലഞ്ച്. നടക്കാനല്ലേ പറഞ്ഞത്? ചലഞ്ച്.
അല്ല, തമ്പുരാന്റെ സ്വത്തിന് കാവൽക്കാരനാകാൻ നീ ആരാ? അയാളുടെ പെങ്ങട നായരോ? നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ വലിയ മനുഷ്യനോട് ചെയ്ത ഒരു തെറ്റ് തന്നെയാ. ഇനി അതിനുള്ള പ്രായശ്ചിത്തം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ എവിടുന്ന് കിട്ടി ഇപ്പോഴീ സന്മാർഗ ചിന്തയൊക്കെ? മഞ്ഞ തുണിയും ചുറ്റി സംഗീതം കണ്ടുപിടിച്ച കുടുംബത്തിലാണെന്നൊക്കെ പറഞ്ഞ് കൊട്ടാരത്തിലേക്ക് വലിഞ്ഞേറി വന്നത് തമ്പുരാനെ വഹിക്കാനായിരുന്നല്ലോ. അവര് നമുക്ക് തന്ന സ്നേഹവും കോർക്കും. സ്നേഹം എന്തോ സ്നേഹം. എന്തായാലും വെറും കൈയോടെ മടങ്ങുന്ന പ്രശ്നമില്ല. തമ്പുരാന്റെ ഒരുപാട് പണമുണ്ട്. അതിൽ കുറച്ച് കൈക്കലാക്കാൻ നമുക്ക് ഏത് വഴിക്കും ശ്രമിക്കാം. ബഷീറേ, ദേ മതി, വാചോടിയൊന്നും വേണ്ട. ഇനി കുങ്കുമോത്സവത്തിന് ലക്ഷ്മി വിളക്ക് കൊളുത്തുന്ന ആ പെണ്ണാണെങ്കിൽ അവളെ അവര് ദത്തെടുത്തു എന്നർത്ഥം. ഞങ്ങള് ചില തീരുമാനിച്ചിട്ടുണ്ട് അവളെ തട്ടിക്കൊണ്ടുപോവാൻ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇഷ്ടമുണ്ടെ കൂടെ വന്നാ മതി. പറ ജിമ്മി. ബഷീറേ, വിറ ജിമ്മി വിടാ. നമോസ്തു നാളീക നിദാനനായേ നമോസ്തു ദുഗ്ധോദധി ജന്മഭൂതേ നമോസ്തു സോമാമൃത സോദരായേ നമോസ്തു നാരായണ വല്ലഭായേ.
പോലെ തന്നെ ചെയ്തു. ഷർട്ട് വിട്ട് കാര്യം പറ. എന്റെ ഇടത്തെ പോക്കറ്റിലുണ്ട്. ബഷീർ എന്റെ അടുത്ത് നമ്പർ എടുക്കരുത്. എവിടെ? അപ്പൊ നീ അറിഞ്ഞു അല്ലേ? സത്യമാ, അവള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. പക്ഷെ വേണ്ടപ്പെട്ടൊരു ചോദിക്കുമ്പോ ഞങ്ങൾ കൊടുത്തോളാം. ഓക്കെ? അതെ, അവര് തന്നെയാ, സംശയിക്കാൻ ഒന്നുമില്ല. തമ്പുരാനായി SIയെ വിളിച്ച് വിവരം പറയണം. ആ, എന്തെങ്കിലും വിവരം കിട്ടിയോ? നീ സമാധാനായിരിക്കെ, അവൾക്കൊന്നും സംഭവിക്കില്ല. എന്റെ തൃപ്പത്തൂർ ഭഗവതി, എന്റെ മോൾക്കൊന്നും വരുത്തരുതേ. നില്ലടാ എങ്കടാ அந்த பொண்ணு எங்க? എനിക്കറിയില്ല സാർ. പോയി சொல்றது மட்டும் எனக்கு பிடிக்காது பிடிக்காது பிடிக்காது. സത്യമായിട്ട് എനിക്ക് தெரியாது സാർ. ഉനക്ക് தெரியாதா? ഉനക്ക് தெரியாதா? അറിയാം സാർ. திருட்டு பசங்க எங்கடாவா அந்த பொண்ணுங்க? சொல்ல மாட்டேயா? ബഷീറേ, രാജശേഖരവർമ്മയല്ലേ? അതെ. ശ്രദ്ധിച്ചു കേൾക്ക്. 5 ലക്ഷം രൂപയുമായി ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് നിങ്ങൾ തനിച്ചെത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തിരിച്ചു കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ആരാണ്? ആരാണെന്ന് ചോദിക്കുന്നു. രാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയട്ടെ. സിനിമാ പേര് പറഞ്ഞ് കളിക്കാനുള്ള സമയമല്ലത്. ഇങ്ങതാ തമ്പുരാൻ, ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ഹിൽ ടോപ്പ് വാലി എസ്റ്റേറ്റ് റോഡിലുള്ള വിക്ടോറിയ ബംഗ്ലാവിൽ നിങ്ങൾ 5 ലക്ഷം രൂപയുമായി എത്തുക. നിങ്ങൾ തനിച്ചായിരിക്കണം. ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ പോലീസിൽ വിവരമറിയിച്ച് ഞങ്ങളെ പിടികൂടാമെന്നുള്ള ബുദ്ധി വേണ്ട. മകളുടെ ശവമായിരിക്കും കാണുക, ഡെഡ് ബോഡി. ആരാ? കൂടെ ആരുമില്ല, ഒറ്റയ്ക്ക. നമ്മൾ പ്ലാൻ ചെയ്ത ഓപ്പറേഷൻസ് എല്ലാം ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. ആദ്യം തിരുമോന്ത മൂട്. പറഞ്ഞ തുക മുഴുവനും ഉണ്ടല്ലോ? ഉണ്ട്. കമോൺ കമോൺ. നിങ്ങൾ ആവശ്യപ്പെട്ട പണം ഇതിലുണ്ട്. എന്റെ മകളെവിടെ? കാണിച്ചത് എന്റെ പൊന്നു തമ്പുരാനെ, മോള് ഞങ്ങളുടെ കസ്റ്റഡിയിലില്ല. കാശിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. മോളെ വേണേ വേറെ അന്വേഷിക്ക്. വിശ്വാസമില്ല, ഞങ്ങളുടെ മുഖംമൂടി മാറ്റി കാണിക്കും. നമ്മളാണെന്ന്. ഓ, ലൈറ്റ് ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്യ്. നോക്കട്ടെ. മുഖംമൂടി മാറ്റല്ലടാ ബഷീറേ. അയ്യോ, പേര് പറയല്ലടാ ജിമ്മി. ഓ, വെട്ടിമാറ്റി വെട്ടിമാറ്റി. இங்க வாடா, இங்க வா. கிடைச்சாச்சு சார், கிடைச்சாச்சு. இவன் தான் உங்க பொண்ணை கிட்டா பண்ணியது. இவனே தான். ஆமா. ഇല്ല ഇല്ല തമ്പുരാനെ, ഞാനല്ല. എനിക്ക് പരാതിയില്ല. அது எப்படி சார்? என்ன சார் இந்த மாதிரி எல்லாம்?
நீங்க தான் என்கிட்ட கம்ப்ளைண்ட் பண்ணினது. இப்ப நீங்களே சொல்லுது கம்ப்ளைண்டே கிடையாதுன்னு. என்ன சார் இதெல்லாம்? எனக்கு என்ன, அப்புறமா பார்க்கலாம். பாயா. അല്ല നമ്പരല്ലേ, ഞാനല്ല, സത്യമായിട്ട് ഞാനല്ല. ആ ജിമ്മിയും ബഷീറും അല്ല, അവരല്ല. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ചിലതെല്ലാം തിരിച്ചു കിട്ടിയെന്ന് ഞാൻ ആശ്വസിച്ചു. ഇപ്പൊ വീണ്ടും എനിക്ക് എന്റെ മകൾ നഷ്ടപ്പെട്ടു. ഒരപേക്ഷയുണ്ട്. അവളെ കണ്ടുപിടിക്കാൻ പവിത്രൻ എന്നെ സഹായിക്കണം. ഞാനും എന്റെ ലക്ഷ്മിയും തന്ന സ്നേഹത്തിന്റെ ഒരു അംശം ഞാനിപ്പോ തിരിച്ചു ചോദിക്കുകയാണ്. പവിത്ര, നിനക്കെന്നെ കൊല്ലണം. You try, man. ഇങ്ങോട്ട് വാ, വാ. നീ പോയി തമ്പുരാനെ രക്ഷിക്ക്. ഇവരെ ഞങ്ങൾ കൊണ്ടുപോവാം. ധർമ്മരാജ്,
Come with me.